അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് റെസിപ്പിയുമായിട്ടല്ല കേട്ടോ. പലതരം ചീസുകളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പാല് പിരിച്ചിട്ടാണെന്ന്. അപ്പോൾ പാല് പിരിച്ചുണ്ടാക്കുന്ന പാലുൽപ്പന്നമാണ് ചീസ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, പാല് പിരിച്ചുണ്ടാക്കുന്നത് പനീറല്ലേ എന്ന്. പനീറും ഒരു തരം ചീസ് തന്നെയാണ്. ഇത് കോട്ടേജ് ചീസ് എന്നും പാൽക്കട്ടി എന്നും അറിയപ്പെടുന്ന ഇതാണ് പനീർ. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചീസാണ് പനീർ. പാല് പിരിച്ചുണ്ടാക്കുന്ന പനീറിനെ പ്രത്യേക തരത്തിൽ സംസ്കരിച്ചാണ് പലതരം ചീസുകളായിട്ട് വിപണിയിൽ വരുന്നത്. ഇത് കൂടുതലായിട്ടും ഇറ്റാലിയൻ പാചകത്തിലാണ് ഈ ചീസ് ഉപയോഗിച്ച് വരുന്നത്. ഇത് പാകം ചെയ്തും അല്ലാതെയും ചീസ് നമുക്ക് കഴിക്കാൻ പറ്റും. ചീസിന് ധാരാളം പോഷക ഗുണങ്ങളുണ്ട്. 100 ഗ്രാം ചീസിൽ ഏകദേശം 24 ഗ്രാം പ്രോട്ടീനും 25 ഗ്രാം കൊഴുപ്പ്, 348 കിലോ കാലറി ഊർജം, 790 മില്ലിഗ്രാം കാൽസ്യം, 520 മില്ലിഗ്രാം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും 3 തരം ചീസുകളാണുള്ളത്: ക്രീം ചീസ്, സോഫ്റ്റ് ചീസ്, ഹാർഡ് ചീസ്. ചീസിൽപ്പെട്ട ഒന്നാണ് ഫെറ്റ ചീസ്. ഗ്രീക്ക് സ്റ്റൈലിൽ ഉള്ള ഒരു ചീസാണിത്. ആദ്യകാലങ്ങളിൽ ആടിൻ്റെയും ചെമ്മരിയാടിൻ്റെയും പാലിൽ നിന്നാണ് ഫെറ്റ ചീസ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അധികമായും പശുവിൻ പാലിൽ നിന്നാണ് ഫെറ്റ ചീസ് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കിയ ശേഷം ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത് കാരണം ഇതിന് ഉപ്പുരസം കൂടുതലുണ്ടാകും. ഉപ്പുരസം കുറയ്ക്കാൻ ഒന്ന് കഴുകിയ ശേഷം 10 മിനിറ്റ് തണുത്ത വെള്ളത്തിലിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇനി വേറൊരു ടൈപ്പ് ചീസാണ് ബ്രീ ചീസ്. ഇത് ഫ്രാൻസിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ചീസാണ്. പശുവിൻ പാലിൽ നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. കൃത്യമായി സംസ്കരിച്ചെടുത്ത ബ്രീ ചീസിന് ഒരു പ്രത്യേക സുഗന്ധം തന്നെ ഉണ്ടാകും. മോസറേല ചീസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ. സലാഡിലും പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്ന മോസറേല ചീസ് ഉണ്ടാക്കി വരുന്നത് ആദ്യകാലത്തൊക്കെ എരുമപ്പാലിൽ നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പശുവിൻ പാലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. ഇതിന് ചെറിയ ഒരു മധുരം ഉണ്ടാകും. വേറൊരു തരം ചീസാണ് ഗോഡ്സ് ചീസ്. ഇത് പശുവിൻ പാല് അലർജിയുള്ളവരാണ് ഈ ചീസ് ഉപയോഗിക്കുന്നത്. ആട്ടിൻപാലിൽ നിന്നുണ്ടാക്കുന്ന ഈ ചീസ് ഏറ്റവും ഗുണകരവും ഇതിൽ തന്നെ വളരെയധികം വെറൈറ്റി ചീസുകളും ഉള്ളതാണ്. ഹലൂമി, ചെഡാർ ചീസ് ഇവയെല്ലാം ഗോഡ് ചീസിൽ പെടുന്നു. അടുത്ത ഒരു തരം ചീസാണ് പാർമസൻ ചീസ്. ഇതിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. ഹാർഡ് ചീസ് ഗണത്തിൽപ്പെട്ടതാണ് ഈ പാർമസൻ ചീസ്. ഇത് 18 മാസം മുതൽ 4 വർഷം വരെയുള്ള കാലയളവ് കൊണ്ട് തയ്യാറാക്കുന്നതാണ് പാർമസൻ ചീസ്. ഗ്രേറ്റ് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത്. പാസ്തയിലും ഒക്കെയാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്.